ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് യുവർ ടൈറ്റനസ്. അപ്പോൾ നമ്മളൊരു പുതിയ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ പറഞ്ഞില്ല ഗൈസ്, ഒരു മോട്ടലിൻ്റെ ഗെയിമാണ് ഗൈസ്. കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും, കുറേ യൂട്യൂബേഴ്സൊക്കെ കളിച്ചിട്ടുണ്ട് ഗൈസ് ഈ മോട്ടലിൻ്റെ ഗെയിം. കാരണം മോട്ടലിൻ്റെ പേരൊന്നും വേറൊന്നുമില്ല, മോട്ടൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ നമ്മുടെ ഈ മോട്ടലിലേക്കൊക്കെ കയറി വരും, കുറേ റൂമൊക്കെ എടുക്കണം. പക്ഷെ ആ റൂമുകൾ സെറ്റ് ആക്കേണ്ടത് നമ്മളാണ്. എന്താ ലിഫ്റ്റിൻ മെയിൻ്റെനൻസ് വേണം, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു റൂം ആക്കണം. നമ്മളിപ്പോൾ ഇത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്നിരിക്കണം. അപ്പോൾ ഇവിടെ ആൾക്കാർ കയറി വരും, നമുക്ക് ഇഷ്ടമുള്ള റൂമുകളൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ പറ്റുന്നില്ല, ഇവർ പറയണത് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നമ്മുടെ അവിടെ അപ്പോക്സ് ഉണ്ട്, അതുകൊണ്ടാണ് കണ്ട സൗണ്ടുകളൊക്കെ കേൾക്കണത്. ഇവിടെ എന്താ എന്താ തീർക്കുക ഇത് കോരിയ എൻ്റെ വീഡിയോയിൽ ഈ വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും നോക്കിയിരിക്കുക. അവൻ്റെ ചാനലിലും ഇത് വരുന്നുണ്ട് എന്നാണ് ഗൈസ്. ഇവിടെ എന്തെങ്കിലും കൂസാണോ ഡിസ്പ്ലേയിങ് ആഡ് വെയിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ വെച്ചിട്ട് എന്തൊക്കെ ആഡൊക്കെ വന്നായിരുന്നു ഗൈസ്. ഇനി എന്താ ഇത് അമർത്തുക, ഇതിൽ പോയിട്ട് സ്റ്റോറിലൊക്കെ പോകണം. എന്നിട്ട് പിന്നെന്താ പെയിൻറ്റ് മേടിക്കണം, ഇത് മേടിക്കണം, ഫ്ലോർ പെയിൻറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ അടിക്കണം അല്ലേ? കുറേയൊക്കെ 143 രൂപ. ബൈ കണ്ടിന്യൂ ഗൈസ്. സ്പീഡപ്പ് 0. എവിടെ? ഇവിടെയാണ് ഗൈസ് വരുന്നേ. പോയ പൂക്കാണ് പോയി പോയത് ചെക്കഞ്ഞോ. എന്താ ഈ ആളാണ്? ഈ ആരാ? എൻ്റെ അടുത്ത് ഓടാ. ഞാൻ പോണ പോക്ക് നോക്കിയാണ്. എന്താ ചെയ്യണ്ട്? ഇതാണ് എടുക്കണ്ടേ? ആദ്യം ഇതെടുത്തിട്ട് മനസ്സിലായി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എങ്ങനെയാണ് ഗെയിം എന്ന്. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളിതാ ഇവിടെ വരിക, നേരെ അവിടെ അടിക്കുക, അങ്ങനെ ഒരു വട്ടം അങ്ങനെ അമർത്തിയാൽ മതി ഗൈസ്. ഈ കയ്യിൽ ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പെയിൻ്റ് ആയിക്കോളും. അതൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ചെയ്യണം അല്ലേ? ഇത് ഇപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ. അത് മറക്കണ്ട, ഒന്നും മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ അപ്പോക്സിൻ്റെ ചാനലിലൂടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും അവൻ്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ചെയ്യുക. ഇവൻ്റെ വീഡിയോ അപ്പോക്സിൻ്റെ വീഡിയോ അവിടെ ഇതിൽ വരുന്നുണ്ടാവും ഗൈസ്. ഇതെവിടെ വെക്കുക? ഇവിടെ എല്ലാത്തിനും സീലിംഗ് പെയിൻറ്റ്. ഓക്കെ ഇത് അടിയിൽ ഇതാക്കണതാണ് ഗൈസ്. ടീൽ എങ്ങനെ പെയിൻ്റ് അടിക്കുന്ന അവിടെ ഞാൻ അടിച്ചിട്ടില്ല. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഗൈസ്, കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കുറേ ചെയ്യണം ഗൈസ്. ഇതിൻ്റെ പാർട്ട് ഇങ്ങനെ കുറേ പേരുണ്ടാവും. പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഗൈസ്. കുറേ തിരക്കായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ എക്സാമൊക്കെ വരാൻ പോവാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിരിക്കരുത് കേട്ടോ. എക്സാമിനൊക്കെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ മേടിക്കുക. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഓക്കെ ഇവിടെ അടിച്ചില്ലേ? ഓക്കെ എല്ലാവരും നല്ല രീതിക്കൊക്കെ പഠിക്കാം ഗൈസ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കരുത്. കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അയ്യോ ഇല്ലേ എന്താ ഇനിയെന്തോടെ ഗൈസ് ഊണ്ട് ആട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ നെറ്റ് ഓണാക്കി ഇട്ടാൽ പിന്നെ പകുതി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരും ഗൈസ്. അപ്പം അങ്ങനെ ചെറിയ ഓരോ ഇതുണ്ടാകും ഗൈസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഫോളോ ടാപ്പ് ദ സർവീസ് കസ്റ്റമർ ഇതിൽ പോകണല്ലേ? അവിടെ എന്തുവാടേ ഇത്? ഇനി എന്താ ചെയ്യേണ്ടത് ഗൈസ്? എന്തുവാടേ ഇത്? അങ്ങനെയൊക്കെ തരുന്ന ഇങ്ങനെ പാടൂല. ഇവിടെയൊക്കെ അടിച്ചതാ. ഇവിടെ അടിച്ചിട്ടില്ല, വെറുതെ ഇല്ല. ഞാനും വിചാരിച്ചു എന്താണ് വിചാരിച്ച്. ഇനി നമ്മൾ ഇവിടെ പോയിട്ട് സ്റ്റോറിൽ പോയിട്ട് സോഫ, പിന്നെ വാർഡ്രോബ്, ഇത് നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാതും നമ്മൾ മേടിക്കണം, അല്ലാതെ പറ്റത്തില്ല. ഇത് ടോയ്ലറ്റ്, ബെഡ് വേണം.
മനസ്സിലായി പൈസ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത്യാവശ്യം സംതിങ് ഒരു 100 എത്ര MB ഉള്ളൂ ഗൈസ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാ ഫോണിലും പറ്റുന്നൊരു ഇതായിരിക്കും ഗൈസ്. ചിലപ്പോൾ ചില ഫോണിൽ അത് അവൈലബിൾ ആയിരിക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ വഴിയൊക്കെ കയറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ അപ്പോക്സിൻ്റെ ചാനൽ എന്തായാലും മെൻഷൻ ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ ചെക്കനെ വേഗം വരുത്തി വിടാം. ഇവിടെ ഇല്ലേ? ഇവിടെ. ഓക്കെ, ചെറുക്കാ വേഗം നാടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്ര ചെറിയ പെട്ടിയിൽ എങ്ങനെ ഇത്രയും വലിയ ഇത് കൊള്ളുന്ന? ഇത് മറ്റേ സൂപ്പർ മാർക്കറ്റ് സിമിലേറ്റർ പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട് ഗൈസ്, അതേപോലെ. ഏതാണ് ഇതാ? അപ്പം നമുക്കിങ്ങനെ ഓരോ ഇതും മോട്ടറിൽ നിൽക്കുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. നമുക്കിത് ഇവിടെ വയ്ക്കാം ഗൈസ്. ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു ഭാഗത്ത് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അയ്യോ. അപ്പോൾ പിന്നെ പൈസ റൂമൊക്കെ സെറ്റാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ലാഗ് ഉണ്ടെങ്കിൽ ശ്രമിക്കാം ഗൈസ്. പിന്നെ എന്താണ് ഈ ബെഡൊക്കെ എങ്ങനെയാണ് വയൽ കൊള്ളുന്നത്. നല്ല റൂമൊക്കെ സെറ്റാക്കിയിട്ട് ഇതാക്കാം. അപ്പോൾ നമ്മുടെ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് കാണിച്ചു തരാം. നമ്മുടെ ഈ സംഭവം ഇവിടെയാണ് വെച്ചത്. പിന്നെ ഈ ബെഡ്, ഇത് പില്ലോ, ഇതൊക്കെ ഇവിടെ വെച്ചു. ഞാൻ കസ്റ്റമർ എത്തി മോഡലോ അതൊക്കെ ഗൈസ് അതിനെ മോഡൽ ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സ്റ്റോർ കണ്ട ഈ സ്റ്റോറിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചില മെസ്സേജസ് ഒക്കെ വരും ഗൈസ്. അതൊന്നും കാര്യമുണ്ട. ഈ മോട്ടൽ ഉണ്ടോ അത് ഓണാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഇതിലേക്ക് വരും. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് നമുക്ക് ഈ മോട്ടലിന് പേരിടാം. എന്ത് വരും ഗൈസ്? ടൈറ്റൻ മോട്ടൽ. ഗൈസ് ഈ മെസ്സേജസ് നല്ല പാടാണ് ഗൈസ്. ഇത് നെറ്റുള്ളതുകൊണ്ടാണ് കളിക്കുന്നത് ഗൈസ്. നെറ്റ് ഓഫ് ആക്കണം. അത് നമുക്ക് മാറ്റാനും പറ്റും ഗൈസ്. സേവ് ആക്കുക. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോയി നോക്കിയത് ഇവിടെ കുറേ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇനി കസ്റ്റമർ എത്തുമ്പോട്ടമ്മേ ഒരു പട വരുന്നാടേ. ഇവിടെ ആകെ ഒരു റൂം ശരിയായപ്പോഴേക്കും അമ്മമാര് ഉണ്ടാകും ഗൈസ്. നമ്മുടെ ഇവിടെ പേരും മാറും ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്ന ബീച്ചാണ്. ഇനി ബീച്ച് അല്ലാണ്ട് ഡെസേർട്ടുണ്ട്. പക്ഷെ ബീച്ചാണ് നല്ല സെറ്റപ്പ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകാൻ പറ്റും ഗൈസ്. ഇതാണ്ട് ഈ മുകളിലൊക്കെ കുറേ റൂമുകളുണ്ട്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ലിഫ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ടിരിക്കുക. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പച്ച കാണിക്കും, ഓക്യുപ്പൈഡ് ആണെങ്കിൽ ചുവപ്പ് കാണിക്കും, ഡേർട്ടി ആണെങ്കിൽ എന്താ പറയുക ബ്രൗൺ കളറും കാണിക്കും, റെഡി അല്ലെങ്കിൽ പൈസ അടക്കി വെച്ചിട്ട് ഇങ്ങനെ ആഡൊക്കെ വരുന്നുണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഈ റൂം കൊടുക്കാം ഗൈസ്. അപ്പോൾ റൂം കൊടുത്തിട്ട് നമുക്ക് ആ ഡോളറും കിട്ടും. ഇപ്പോൾ 606 രൂപയുണ്ട്. അങ്ങനെ അടുത്ത റൂം വാങ്ങിയിട്ട് കുറേ റൂമുകൾ വാങ്ങി സെറ്റ് ആയിട്ട് കണ്ടു. ഇപ്പോൾ ഓക്യുപ്പൈഡ് ആയപ്പോൾ കണ്ടില്ല സംഭവമാണ് ഗൈസ്. എപ്പോഴും കളിക്കുമ്പോൾ വരും ഗൈസ്. നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ലെസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് ആപ്പ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ടാവും എന്താണ് നിങ്ങളുടെ എഡിറ്റിംഗ് ആപ്പ് എന്നൊക്കെ. നമ്മുടെ എഡിറ്റിംഗ് ആപ്പ് പറയുന്നത് ക്യാപ് കട്ടാണ് ഗൈസ്. ചിലപ്പോൾ നമ്മൾ ക്യാപ് കട്ട് ഇൻഷോട്ടും കൂടി കൂടിയിട്ട് അതൊക്കെ എന്താണ് ഇപ്പോൾ ഇവിടെ എഡിറ്റിംഗ് ആണ് നമുക്ക് മനസ്സിലാവും. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഉറങ്ങുമെന്ന് പറയുന്നുണ്ട്. പൂട്ടി വാതിലൊക്കെ. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഓരോ റൂമുകൾ തുറക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ റൂം അൺലോക്ക് ആക്കാം. പിന്നെ ഈ റൂം ഇതായിട്ടൊക്കെ ഇനി ചോദിക്കുക ഇവിടെ വൃത്തികേടാവും. അത് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതാക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അത് സീലിങ്ങൊക്കെ അങ്ങനത്തെ ഇരിക്കും. നമ്മൾ കൈയെടുക്കല്ല. ഇതിനുള്ളിൽ തുറന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും ഉള്ളിൽ വേസ്റ്റൊക്കെ കൂടുന്നിരുന്നതാണ് ഗൈസ്. എനിക്കറിയാത്തത്. നമ്മൾ ആദ്യം ഫുള്ളി മോറയിലായിരുന്നു എഡിറ്റിംഗ് ആപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ എന്തെങ്കിലും ഇവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഓർഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ടാകുന്നതായിട്ടില്ല എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഇതും കൂടിയാണ് നമ്മൾ ഇനി സെറ്റാക്കുന്നത്. നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ സംഭവങ്ങളും മേടിച്ചിട്ടുണ്ട്. അവിടെ എത്തിയോ ആണ് ഇനി നമുക്ക് 2:30 മണിക്ക് പോകട്ടെ. ചിക്കൻ വേഗം എത്തും. പിന്നെ ഇതെന്താ എപ്പോഴും ഞാൻ ഓർഡർ ചെയ്തത്? എന്തായാലും ആ റൂമിൽ ഇരുന്നോട്ടെ ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്യാത്തതൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പൈസ ഉണ്ട് ഗൈസ്. ഞാൻ എല്ലാം ഓർഡർ ചെയ്തിട്ട് ആകെ 3 രൂപയാണ് ഗൈസ്. $3 ഗൈസ്. പറ്റിയ $3 ഒക്കെ ഉണ്ട്. $3
ഒരു തലയിരിച്ച് തന്നാൽ പിന്നെ നമ്മളെന്താ ചെയ്യും? ഇല്ല പിന്നെ അന്നേരം ഉണ്ടാക്കാൻ വന്നു. അപ്പോൾ നമ്മൾ ലെവലപ്പായി കഴിച്ച് 400 റുപ്യ കൊണ്ടും കിട്ടി. എന്ത് ചെയ്യാം? അപ്പോൾ ആ റൂം കൂടി സെറ്റാക്കുള്ളത് കിട്ടി. ഇനി നമ്മളിങ്ങനെ റെൻറ്റ് കൊടുത്ത് ലാസ്റ്റ് സെറ്റാക്കണം. ആദ്യം നമുക്ക് എന്താ പറ്റിയ പെയിൻറ്റ് എടുത്ത് കൊണ്ടുപോകാം. ആദ്യം ഈ പെയിൻറ്റ് മാത്രമല്ല വാങ്ങുക, നമ്മളെല്ലാം മേടിക്കും. അപ്പോൾ തൽക്കാലം കുറച്ച് പൈസ ഉണ്ട്, കുറച്ചൊക്കെ പൈസ ആവട്ടെ എന്നിട്ട് മതി. മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. അങ്ങനെ വരും, കാരണം അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ഓണാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെയിൻറ്റ് മാറ്റുക, നേരെ വരിക. പിന്നെ ഒരു ഗുണം കൂടി ഉണ്ട്, നമുക്ക് ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഏതാണോ ലാസ്റ്റ് പെയിൻറ്റ് അടിച്ചു വെച്ചാൽ ആ സംഭവം വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് പെയിൻറ്റ് എടുക്കാൻ പറ്റും, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് ചില സംഭവങ്ങൾ പഠിക്കണം. ഞാൻ തന്നെ എപ്പോഴാണ് അറിയണത്, നിങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് നിലത്തടിക്കാനുള്ള പെയിൻ്റ് ഒക്കെ കൊണ്ടുപോകുക. എനിക്ക് ആകെ മനസ്സിലാകാത്ത നിലത്തങ്ങനെ പെയിൻ്റ് അടിക്കണമെന്നാണ് ഗൈസ്. പക്ഷേ ഈ PC ഗെയിം ഉണ്ട് ഗൈസ് ഇതിൻ്റെ, അതിലിങ്ങനെയല്ല. അതിൽ ഈ നിലത്തെ സംഭവമൊക്കെ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ വേറെ സംഭവം അങ്ങനെ വെക്കണം, അങ്ങനെയാണ്. ഇത് അടിച്ചപ്പോൾ തന്നെ ഒരു ലൈറ്റ് ഉണ്ടോ അങ്ങനെ പെട്ടെന്ന് ലേറ്റായി. കക്കൂസിൽ ഈ കളർ വേണ്ട, സുഖമില്ല കാണാൻ. അപ്പോൾ ആണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത പെയിൻ്റ് അവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ എന്തായാലും നമ്മൾ അപ്പോൾ ലാസ്റ്റ് സീലിംഗ് പെയിൻറ്റ് അടിച്ചപ്പോൾ മറ്റേ റൂമിന് സീലിംഗ് പെയിൻറ്റ് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല, തന്നെ കിട്ടിക്കോളും. കുറേ പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേരമുണ്ട് ഗൈസ്. നമ്മൾ കുറേ റൂമുകൾ ഇങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ സെറ്റാകും ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യത്തിന് ലെങ്ത് ആയി ഗൈസ്. പിന്നെ ഈ വീഡിയോ കൊടുത്തിട്ട് 2 റൂം വെച്ചിട്ട് നമ്മുടെ വീഡിയോ വലിപ്പമൊക്കെയുള്ള ഗൈസ് സമയമായി. ഈ റൂമൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ റൂമും സെറ്റാക്കിയിട്ടുണ്ട്. ഈ റൂം സെറ്റാക്കി, പിന്നെ ഈ റൂമും സെറ്റാക്കി. അപ്പോൾ നമ്മൾ പൈസ ചെറിയ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് പൈസയ്ക്ക് അനുസരിച്ചിട്ട് വേണം മേടിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ റെൻറ്റും കൂടും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ റൂമുകളൊക്കെ വിറ്റെടുക്കുക. ഈ ചെക്കന് 28 രൂപയുടെ വിറ്റെടുക്കുക ഒന്നാമത്തെ റൂം. പൈസയൊക്കെ തന്ന് നമ്മൾ പൈസ അവിടെ കൂടുന്നുണ്ട്. പിന്നെ ഈ റൂം നമ്മൾ മേടിച്ചു 216 രൂപ. നെയിം ഡീറ്റെയിൽസ് പൈസ പോയില്ല, ഇല്ല പൈസ. നമ്മൾ ഈ പറയുന്ന പോലെ കുറേ സംഭവമുണ്ട്. ഇതേപോലെ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതാക്കുന്നതാണ് നമ്മുടെ പൂൾ. ഇതൊക്കെ നമ്മൾ സെറ്റാക്കാൻ തോന്നുന്നു. സൂപ്പർ മാർക്കറ്റ്, ലോണ്ടറി, അതൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരിക, ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുക. അത് മാത്രമല്ല ചിലപ്പോൾ ഇവിടെ കള്ളാൻ വരും, നമ്മളെ തല്ലി ഊട്ടിക്കണം ഗൈസ്, തല്ലി ഊട്ടിക്കണം. ഇതെന്താണെന്നാണോ ഗൈസ്, സ്റ്റോറേജ് സംഭവമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു ലെവലാകുമ്പോൾ കൂടി വരും. ഗൈസ് നമ്മുടെ പുതിയ സംഭവം ഞാൻ മുന്നോട്ട് വീഡിയോ ഇട്ടോ തോന്നുന്നു ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി ഗൈസ്. ടൈറ്റിലൊക്കെ MC കളെന്ന് ടൈറ്റിലൊക്കെ ആക്കി, ഇൻട്രോയും മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ നേരെ ഷൈനിങ് ഫ്രം നീരജ്. ബൈ.